മനോഹരം യാഗേ നിന്റെ ആലയം, എന്തോരാനന്ദം തവ പ്രാകാരങ്ങളിൽ. മനോഹരം ഉള്ളം നിറയുന്നു, ഹല്ലേലൂയ പാടും ഞാൻ. ഉള്ളം നിറയുന്നു, ഹല്ലേലൂയ പാടും ഞാൻ. ഒരുമിച്ച് അവിടുത്തെ പാതമെടുത്ത് ദീർഘവർഷങ്ങൾക്ക് മുൻപ് പച്ചയുടെ ദേശത്ത് അങ്ങയുടെ അഭിഷിക്തന്മാർ വന്ന് പ്രാർത്ഥിച്ച് ആരംഭിച്ച ഈ പ്രവർത്തനത്തെ കർത്താവ് ഇത്രത്തോളം അനുഗ്രഹിക്കുകയും മാനിക്കുകയും അതിന്റെ സ്ഥിതികളെ കർത്താവ് മാറ്റിക്കൊണ്ടിരിക്കുകയും ചെയ്തതോർത്ത് ഞങ്ങൾ കർത്താവിനെ സ്തുതിക്കുന്നു. ദൈവമക്കൾക്ക് കൂടി കർത്താവിനെ ആരാധിക്കുന്നതിന് വേണ്ടി അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ആലയം പണിത് ഇന്ന് പകലതിന്റെ പൂർത്തീകരണം കാണുവാൻ സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്കിടയാക്കിയതുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ നാളുകളിൽ അതിന്റെ ആഗ്രഹങ്ങൾ ഞങ്ങളുടെ ഹൃദയത്തിൽ കർത്താവ് തരികയും അതിനെക്കുറിച്ച് ഞങ്ങൾ സഭയായിട്ട് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ദൈവമക്കൾ അഭിമാനിക്കുകയും അനേകരിതിന് പിന്നിൽ പ്രാർത്ഥിക്കുകയും ഈ ആലയത്തിന്റെ പൂർത്തീകരണത്തിന് വേണ്ടി ചുമൽ കൊടുക്കുകയും ചെയ്തു. കർത്താവെ, ഞങ്ങൾ സന്തോഷത്തോടെ കർത്താവിന്റെ പാദപീഠത്തിൽ വളരെ നന്ദിയോടെ നിറഞ്ഞ ഹൃദയത്തോടെ ഈ പകൽക്കാലം അടുത്തു വരികയാണ്. ഈ ആലയത്തിന്റെ പ്രതിഷ്ഠാ ശുശ്രൂഷ ഇവിടെ നടക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധമായ സാന്നിധ്യം ഇവിടെ ഇറങ്ങി വരണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ശക്തീകരിക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എന്റെ ആലയം സകല ജാതികൾക്കും പ്രാർത്ഥനാലയം വിളിക്കപ്പെടുന്ന വചനത്തിൽ കാണുന്നതുപോലെ ഈ ദേശത്തിന് അനുഗ്രഹമായി, അനേകർക്ക് വിടുതലായി, അനേകർക്ക് നിത്യജീവനായി, അനേകർക്ക് ആശ്വാസമായി നിന്റെ നാമങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഒത്തിരി അധ്വാനിച്ച ദൈവമക്കളുണ്ട്, ആ കർത്താവിന് വേണ്ടി ഭക്തിയുമായി കൊടുത്തവരുണ്ട്. അവർക്കെല്ലാം വേണ്ടി ഞങ്ങൾ ഈ സമയം സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഈ ആലയം നിമിത്തം അവർക്കെല്ലാം ഒരു അനുഗ്രഹം, അവർക്കെല്ലാം ഒരു നന്മയുണ്ടാകണമേ എന്ന് ഞങ്ങൾ കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു. ശിശുക്കൾക്ക് വേണ്ടി അഭിഷിക്തന്മാരെ കർത്താവ് ശക്തിക്കണമേ. ആദ്യമുള്ള പരിശുദ്ധിയാത്മാവേ വലിയ ആത്മസാന്നിധ്യത്തിൽ ശിശുവിനെ സംബന്ധിപ്പാൻ കർത്താവ് എല്ലാവർക്കും സന്നിധിയാക്കണമേ. ഇടവരുന്ന നാമയിലൂടെ പറഞ്ഞു പഠിക്കണം. ഞങ്ങളുടെ പ്രാർത്ഥനകളുടെ സ്തോത്രം ചെയ്യുന്നു. യേശുവിന്റെ നാമത്തിൽ ധന്യമായ നാമമായി പെരുമാറാകട്ടെ. സന്നിഹിതരായിരിക്കുന്ന കർത്താവിന്റെ ശ്രേഷ്ഠ ഭക്തന്മാരെ ദൈവമക്കൾ എല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഏകദേശം 50 വർഷങ്ങൾക്ക് മുൻപ് ആരംഭിച്ചതായ ഒരു പ്രവർത്തനമാണ് ഈ പ്രവർത്തനം. ദൈവമായ കർത്താവ് റോഡ് നൽകി, അനുഗ്രഹീതരായ ദൈവദാസന്മാരെ നൽകി, അനേകം ലോകപ്രസിദ്ധരായ ദൈവദാസന്മാര് ഈ കൊച്ചറ സഭയിൽ നിന്നും വളർന്നു വരുവാനായിട്ട് കർത്താവ് അവസരമൊരുക്കി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ യേശുവിന്റെ സാക്ഷ്യം വഹിക്കുവാൻ ഇവിടെ ദൈവമക്കളെ ഒരുക്കി. ദൈവം ഇത്രത്തോളം കൊച്ചറ സഭയെ അനുഗ്രഹിക്കാനായിട്ട് ഇടയായിട്ടുള്ളതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ നാളുകളിൽ പ്രവർത്തിച്ച കർത്താവിന്റെ ശ്രേഷ്ഠ ഭക്തന്മാർ വളരെ ദീർഘവീക്ഷണത്തോടുകൂടി പ്രവർത്തിച്ചു, നല്ല സാക്ഷിയോടെ പുലർത്തുവാനായിട്ട് ഇടയായിത്തീർന്നു. ഇതിനു മുൻപ് എഴുതുന്നതായ കർത്താവിന്റെ ദാസൻ പ്രിയ പി. ജോസഫ് പാസ്റ്റർ ഇപ്രകാരം ഒരു ആലയത്തിന് ഉള്ളതായ ദർശനം അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ ദൈവം നൽകിയത് ആരംഭിച്ചു വെച്ചു. പ്രിയ ബാബു പാസ്റ്റർ കാലത്ത് മനോഹരമായിട്ട് പൂർത്തീകരിക്കുവാനിടയായി ദൈവമക്കൾ വളരെ വേണ്ടി അധ്വാനിച്ചു. എല്ലാവരെയും സ്വർഗത്തിലെ ദൈവം അനുഗ്രഹിക്കട്ടെ. അനേക സ്ഥലങ്ങളിൽ ആരാധനയ്ക്കായിട്ട് പെർമിഷൻ ഇല്ല, രഹസ്യ സങ്കേതങ്ങളിൽ കൂടുന്ന സ്ഥലങ്ങളുണ്ട്, മരങ്ങളുടെ ചുവടുകൾ കൂടുന്നതായ സ്ഥലങ്ങളുണ്ട്, പ്രശ്നങ്ങളുള്ളതായ സ്ഥലങ്ങളുണ്ട്. എന്നാൽ നമുക്ക് സ്വാതന്ത്ര്യം ദൈവം നൽകി, അനുഗ്രഹീതമായ ആരാധനാലയം ദൈവം നമുക്ക് നൽകി. ഇതിലൂടെ യേശുവിന്റെ നാമം മഹത്വപ്പെടണം. തകർന്നിരിക്കുന്ന അനേക കുടുംബങ്ങൾക്ക്, ജീവിതങ്ങൾക്ക് വിടുതലുണ്ടായിത്തീരണം. രോഗികളുടെ സൗഖ്യമാകണം. പരിശുദ്ധാത്മാവിന് വലിയ പ്രവർത്തനം നിശ്ചയമായിട്ടും ഇവിടെ കർത്താവ് അയക്കുന്നത് പൂർണ്ണമായിട്ട് വിശ്വസിക്കുകയാണ്. അത് വിശ്വസിക്കുന്ന ദൈവത്തെ മഹത്വപ്പെടുത്താം. പരിശുദ്ധാത്മാവിന്റെ അഗ്നി ഇവിടെ ഇറങ്ങി വന്ന് അനേകരെ ദൈവത്തിന്റെ ആത്മാവ് ആകർഷിച്ച് ദൈവകൃപയിലേക്ക് കൊണ്ടുവരുവാനായിട്ട് കർത്താവ് ഇടയാക്കട്ടെ. ആമേൻ. നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം. സ്തോത്രം പ്രാർത്ഥിച്ച് ഇത് തുറന്നകത്തേക്ക് പ്രവേശിക്കുകയാണ് എല്ലാ ദൈവമക്കളും. തലകളെ വഴങ്ങി നമുക്ക് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ അല്പസമയം കർത്താവിന് സ്തോത്രം ചെയ്യും പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നന്ദിയോടെ ഞങ്ങളെ കർത്താവേ സ്തുതിക്കുന്നു, കർത്താവേ സ്തോത്രം ചെയ്യുന്നു.
ഞാൻ എന്റെ സഭയെ പണിയും പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല എന്ന് അസത്യക്തമായിട്ട് പ്രഖ്യാപിച്ചവനായ ഞങ്ങളുടെ നല്ല കർത്താവേ, ഞങ്ങളുടെ സാന്നിധ്യത്തിനായിട്ട് നന്ദിയോടെ ഞങ്ങളെ വാഴ്ത്തുന്ന കർത്താവെ സ്തുതിക്കുന്നു. ഈ പ്രദേശത്ത് കർത്താവിന്റെ വേല ആരംഭിച്ചു. തകർന്നു പോകേണ്ട നിരവധി സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും സ്വർഗത്തിലെ ദൈവനെ താങ്ങി നടത്തി ഇത്രത്തോളം ദേശത്തെ മാനിച്ചതിനായി നന്ദിയോടെ വാഴ്ത്തുന്ന കർത്താവേ, ഞങ്ങളുടെ മക്കളുടെ ഹൃദയത്തിൽ പ്രകാരം ആരാധനാലയത്തിനായിട്ടുള്ളതായ താല്പര്യം നൽകിയതിനായി സ്തോത്രം ചെയ്യുന്നു. അതിനുവേണ്ടി അധ്വാനിച്ചവർക്കായി സ്തോത്രം ചെയ്യുന്നു. അതിനുവേണ്ടി സഹായിച്ചവർക്കായി സ്തോത്രം ചെയ്യുന്നു. നിന്റെ ദൈവത്തിന്റെ കരമുണ്ടായിരുന്നതിനായി സ്തോത്രം. നിരമ്പി അവനോടുകൂടി ഇരുന്നതായ ദൈവകരം നിന്റെ ദാസന്മാരോടുകൂടി ഇരുന്നതിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഹല്ലേലൂയ. സകലമാനവും മഹത്വവും കർത്താവേ ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുകയാണ്. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം 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 സ്തോത്രം. പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനായിട്ട് തന്റെ പുത്രൻ നമ്മുടെ വീണ്ടെടുപ്പുകാരനായ യേശുക്രിസ്തുവിന്റെ പുകഴ്ചയ്ക്കായിട്ട് പരിശുദ്ധാത്മാവിന്റെ മഹിമയ്ക്കായിട്ട് ഈ ദേശത്തുള്ളതായ ദൈവജനത്തിന് ആരാധനയ്ക്കായിട്ട് ദൈവത്തിന്റെ തിരുവചനത്തിൻ്റെതായ സത്യങ്ങൾ ഒട്ടും മറച്ചു വയ്ക്കാതെ പ്രഘോഷിപ്പിക്കേണ്ടതിനായിട്ട് അനേകം ഭാവികളുടെ മാനസാന്തരത്തിനായിട്ട് രോഗികളുടെ സൗഖ്യത്തിനായിട്ട് അനേകം കർത്താവിന് വേണ്ടി ഒരുക്കേണ്ടതിനായിട്ട് ഇന്ന് പുലർക്കാല പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഈ ആരാധനാലയത്തെ ഇവിടെ തുറന്ന് പ്രവേശിക്കുകയാണ്. സ്തോത്രം. കരങ്ങൾ ഉയർത്തി നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഈ സ്ഥലം ഇവിടെ ക്രമീകരിക്കുകയും ഇവിടെ ദൈവമക്കൾ കൂടി വന്ന് ദൈവത്തെ ആരാധിപ്പാൻ അതേ സ്വന്തം മുകളിൽ കാണുന്ന ആ ചെറിയ ഓള് ഇവിടെ പണിയുവാൻ തക്കവണ്ണം ഇടയായിത്തീരുകയും ചെയ്യും. അത് 2 പ്രാവശ്യം പുതുക്കി പണിതതിന് ശേഷമുള്ള ഭാഗമാണ് നമ്മൾ കാണുന്നത്. എന്നാൽ അതേ സ്വന്തം ഈ ഇന്നും നിലവിൽ സഭയിലുള്ള പ്രിയപ്പെട്ടവരുടെ മാതാപിതാക്കൾ ഏതാണ്ട് 51 വർഷത്തോളമായി അവരുടേതായ ഒരു ചെറിയ പ്രാർത്ഥനാ ഗ്രൂപ്പ്, അതാണ് ഇതിന്റെ ആരംഭം എന്ന് എനിക്കറിയാൻ തക്കവണ്ണമിടയായി തീർന്നിട്ടുണ്ട്. എന്തായാലും ചില മാതാപിതാക്കൾ ഈ ദേശത്തിന്റെ മധ്യത്തിൽ ഇറങ്ങി കണ്ണുനീരോടെ പ്രാർത്ഥിച്ച് വേറെപ്പെട്ട ദൈവത്തെ ആരാധിപ്പാനുള്ള ഒരു സാവകാശം അവർക്ക് ലഭിച്ചത് കൊണ്ട് ഇന്ന് ഈ ദേശത്ത് അനുഗ്രഹിക്കപ്പെട്ട ഒരു കൂട്ടായ്മ ദൈവമായ കർത്താവ് നൽകുവാൻ തക്കവണ്ണം ഇടയായിട്ടുണ്ട്. അനുഗ്രഹീതരായിരിക്കുന്ന ദൈവമക്കൾ ഇതിനകത്തുണ്ട്.
ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഈ സഭയെ നന്നായി സ്നേഹിക്കുകയും അപ്പോൾ തന്നെ സഭയുടെ ആത്മീയവും ഭൗതികവുമായ എല്ലാ ആവശ്യങ്ങളിലും ഒരു പ്രേരണ കൂടാതെ ഓരോന്നും നോക്കിക്കണ്ട് ചെയ്ത് ക്രമീകരിക്കുവാനുള്ളതായ ഒരു നല്ല ദൈവകൃപ ഇവിടെയുള്ള ദൈവമക്കൾക്ക് ദൈവം നൽകിയിട്ടുണ്ട്. അവരെല്ലാവരെയും ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കും. 50കളുടെ ആരംഭത്തിലാണ് നമ്മുടെ ഈ സ്ഥലത്ത് വ്യാപകമായ കുടിയേറ്റം ഉണ്ടായത്. 55 വരെ വ്യാപകമായ കുടിയേറ്റം ഉണ്ടായത്. ധാരാളം ആളുകൾ ഇവിടെ വന്ന് താമസം ആരംഭിച്ചു. വളരെ സ്നേഹത്തോടെ സൗഹാർദ്ദതയോടെ ഏകോദര സഹോദരങ്ങളെ പോലെ കഴിഞ്ഞ ഒരു 50 വർഷത്തെ പുറകിലത്തെ കഥകളെല്ലാം എൻ്റെ ഓർമ്മയുണ്ട്. നമ്മുടെ നാട്ടുപ്രദേശത്ത് നിന്ന് സുവിശേഷത്തിൻ്റെ ആ സന്തോഷമുള്ള ദൈവദാസന്മാരിവിടെ വരികയും വീടുകളിൽ പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന കാര്യങ്ങളും ഞാൻ ഓർക്കുന്നു. കണ്ണാടി ഓറച്ചൻ എന്ന് പറയുന്ന ഒരു ദൈവദാസൻ പാസ്റ്റർ ഒരു 60 വർഷങ്ങൾക്ക് പുറകെ ഈ ഭാഗത്തുള്ള വീടുകളിലൊക്കെ വന്ന് അദ്ദേഹം വചനം പറയുകയും വൈകിട്ട് യോഗങ്ങൾ നടത്തുകയൊക്കെ ചെയ്യുമായിരുന്നു. പട്ടമേട് ചാക്കോച്ചാൻ എന്ന് പറയുന്നൊരു ദൈവദാസൻ ഈ സ്ഥലത്തുള്ളവരാണ് പരിശീലനം നടത്തുകയും വീടുകളിൽ വന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഞങ്ങളുടെ ഈ ഭാഗത്ത് അനുഗ്രഹിക്കപ്പെട്ട മാതാക്കൾ ചേർന്ന് പ്രാർത്ഥിക്കുന്ന ഒരു ചെറിയ പ്രാർത്ഥനാ ഗ്രൂപ്പും ആ കാലത്ത് പ്രവർത്തിച്ചു. ഇതൊക്കെയാണ് ഇവിടെ ഈ സഭ രൂപപ്പെടുവാനുള്ള പുറകിലത്തെ കാര്യം. ആ പ്രാർത്ഥനാ ഗ്രൂപ്പ് കുറച്ചുകൂടെ വിപുലമായി ഇവിടെ മുമ്പ് താമസിച്ചുകൊണ്ടുള്ള വടമല വേവിച്ചാഞ്ഞ വീട്ടിൽ ഒരു കൂട്ടായ്മയായി രൂപം കൊണ്ടു. ഷാരോൺ ഫെലോഷിപ്പിന്റെ ഒരു ശുശ്രൂഷകനായിരുന്ന പാസ്റ്റർ പി.ടി. ജോർജ് 6ാം മൈലിൽ ഇവിടെ വന്ന് ഈ ശുശ്രൂഷയിൽ സഹായിച്ചുകൊണ്ടിരുന്നു. നാം സ്നേഹിക്കുന്ന കുഞ്ഞുവച്ചൻ എന്ന് പറയുന്ന പാസ്റ്റർ പി.ടി. യോഗനാനെ വിളിച്ചുകൊണ്ട് വന്ന് ഈ സഭയുടെ ശുശ്രൂഷയിൽ അദ്ദേഹമാക്കി. അങ്ങനെ ഷാരോൺ കൂട്ടായ്മയുമായിട്ട് ഈ പ്രവർത്തനം ബന്ധപ്പെട്ടു. ദൈവം വേറെ വിശാലമാക്കുവാനായിട്ട് ധാരാളം ആത്മാക്കൾ രക്ഷിക്കുന്നു. ആ കാലഘട്ടത്തിൽ തിരുവല്ലയിൽ നിന്ന് ഇവിടെ വന്ന ശുശ്രൂഷകൾ സഹായിച്ച ദൈവദാസനാണ് പാസ്റ്റർ C.M. ടൈറ്റസ്. അദ്ദേഹം ഇവിടെ ഉള്ളത് വളരെ ഒരു ദൈവനീതിയുടെ ഭാഗമായിട്ടാണ് ഇരിക്കുന്നത്. അദ്ദേഹത്തെയും മിസസ് ടൈറ്റസിനെയും കൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം നമുക്ക് നൽകിയ വളരെ അനുഗ്രഹീതമായ ഈ സഭാമന്ദിരം ദൈവസന്നിധിയിൽ പ്രതിഷ്ഠിക്കാനായി ദൈവം നൽകിയ ഈ പ്രത്യേക സന്ദർഭത്തെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ വിജയദാസൻ ബഹുമാനപ്പെട്ട പാസ്റ്റർ കെ.ജി. തോമസ് അവരുകൾ ഓർമ്മിച്ചതുപോലെ വളരെ അനുഗ്രഹീതമായ നല്ല ഓർമ്മകൾ ഇവിടെയുണ്ട്. അതിൽ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന നിരവധി സഭാപ്രവർത്തനങ്ങൾ അവകളിൽ പഴക്കം ചെന്ന ഒരു പ്രവർത്തനമാണ് 6ാം മൈലിലുള്ളതും വച്ചറയിലുള്ളതും. ഇവിടെ നിന്ന് ധാരാളം ദൈവമക്കൾ കടന്നു വന്നു. നിരവധി കർത്തൃദാസന്മാർ വന്നു. വളരെ 1ാം നൂറ്റാണ്ടിലെ ആ സ്നേഹം പോലെ ദൈവസ്നേഹമുള്ള കുറേ ആളുകൾ കൂടി ഉണ്ടായിരുന്നു. ബഹുമാനപ്പെട്ട കെ.ടി. തോമസ് സാർ ഓർപ്പിച്ചതുപോലെ പി.ടി. ജോർജായൻ്റെ കാലമാണ് എനിക്ക് ഓർമ്മയുള്ളത്. കുഞ്ഞുവച്ച് ചായൻ വരുമ്പോൾ എനിക്കത് നല്ല ഓർമ്മയുണ്ട്. അതിനുശേഷം പാസ്റ്റർ T.S. ജോർജ് അവർ വന്ന സന്ദർഭം വിജയദാസൻ ബഹുമാനപ്പെട്ട പോൾ സാറ് രക്ഷിക്കപ്പെട്ടു എന്ന് എന്നോട് ഒരാൾ വിളിച്ചു. ഞാനും അന്നത്തെ ശുശ്രൂഷനും കൂടെ നടപ്പ് അന്ന് വളരെ എളുപ്പമായിരുന്നു. 6ാം മൈലിൽ വന്നു. പോൾ പാസ്റ്ററെ കണ്ടു. അദ്ദേഹം കർത്താവിനെ അറിഞ്ഞതിലുള്ള സന്തോഷം ഞാൻ വെളിപ്പെടുത്തി. അതിനുശേഷം ഞാൻ അദ്ദേഹത്തിൻ്റെ വീട് സന്ദർശിച്ചു. പിന്നെ അടുത്ത ദിവസം അദ്ദേഹം സ്നാനപ്പെട് കാണുന്നു പറഞ്ഞു. ഞായറാഴ്ച രാവിലെ ഞാൻ എൻ്റെ പാസ്റ്റർ നടന്ന് സ്നാനസ്ഥലത്ത് വന്നു. സ്നാനശേഷം സംബന്ധിച്ചു തിരിച്ച് 6ാം മൈലിൽ പോയി സഭയോട് കൂടി
അന്നൊക്കെ ഈ ദൂരം ഒന്നും ദൂരമല്ലായിരുന്നു. ഇപ്പോൾ അതൊക്കെ വലിയ ദൂരങ്ങളാണ്. ശാലോം പ്രസ്ഥാനം ആരംഭിച്ചിട്ട് ഇന്ന് ഏകദേശം 60 വർഷങ്ങളായി. 1953 ഒരു സായിപ്പും മദാമയും തിരുവല്ലായിൽ വന്ന് രാഹു ദമ്പതികൾ അല്ലെ ദേവിയുടെ ഭാര്യ അവർ വന്ന് ഒരു വലിയ ഉണർവിയോഗം നടത്തി തോമാച്ചായൻ വാങ്ങിച്ച വസ്തുവിൽ. അതിനുശേഷം 54 3 സായിപ്പന്മാർ വന്ന് വീണ്ടും അവിടെ പ്രസംഗിച്ചു. അല്ലന്, ശ്യാംപായക്ക്, ഡഗ്ലസ്. അന്ന് 54 ഒരു കൊച്ചു ബാലകനായിട്ട് ഞാനും അവിടെ പോയിരുന്നു. അന്ന് മുതൽ 1, 2, 3, 4, 5 ഇങ്ങനെ ഒരു 10-12 സഭകള് ശാലോം കൂട്ടായ്മയിലുണ്ടായി. അതിൽ ഒന്നാണ് കൊച്ചരുള്ളതായ സഭ. അതിൽ നിങ്ങൾക്ക് വളരെ സ്തോത്രം ചെയ്യുവാൻ കഴിയും. ഞാനത് പറയുന്നത് ദൈവം അതിനെടുത്തോട് പറയുന്നു, നിങ്ങളെ കുഴിച്ചെടുത്ത കനിഗർഭത്തിലേക്കും നിങ്ങളെ വെട്ടിയെടുത്ത താരയിലേക്കും ഒന്ന് തിരിഞ്ഞ് നോക്കുകയും നാം ആരായിരുന്നു, നാം എവിടെയായിരുന്നു, നാം ഇപ്പോൾ എങ്ങനെയായിരിക്കുന്നു, ഇനി നമ്മുടെ കേവലം എങ്ങോട്ട്, ഇതൊക്കെ ചിന്തിക്കുന്നത് നമ്മുടെ ക്രിസ്തീയ പ്രവർത്തനത്തിന് വളരെ പ്രയോജനകരമായിരിക്കും. 1964 തന്നെ ഞാനിവിടെ ഹൈറേഞ്ചിൽ പ്രവേശിച്ചു. ഈ ഹൈറേഞ്ച് മുഴുവൻ ഒത്തിരി പട്ടണങ്ങള്, വില്ലേജുകള് ഞാൻ സഞ്ചരിച്ചു. അന്നൊക്കെ ഏത് സമയത്ത് സഞ്ചരിച്ചാലും താടി കൂട്ടിയടിക്കുമായിരുന്നു തണുപ്പുകൊണ്ട്. ആ കാലങ്ങളൊക്കെ മാറിപ്പോയി. ഞാൻ വിവാഹം കഴിഞ്ഞ് എൻ്റെ ഭാര്യയും കൊണ്ട് 1969 ഡിസംബറിൽ ആദ്യം വന്നത് കൊച്ചറയിലേക്കാണ്. കുഞ്ഞുമച്ച സഹോദരന്റെ കുഞ്ഞുച്ചാറിന്റെ ഭവനത്തില് ആ ചെറിയ വീട്ടിലാണ് അന്ന് രാത്രി ഞങ്ങൾ ഉറങ്ങിയത്. 1966 ഐസ് പോലെ തണുത്ത വെള്ളത്തിൽ 12 പേരെ സ്നാനപ്പെടുത്തി. അതിലൊരാളാണ് ഫാദർ KT തോമസ്. ഇവിടെ ഇരിക്കുന്നതായ കഴിഞ്ഞ ദീർഘവർഷങ്ങൾ ഹൈറേഞ്ചിലെ വേലയ്ക്ക് ചുമൽ കൊടുക്കുന്ന രാജു പാസ് അഥവാ KT തോമസ്.
രാത്രിയില്ല, മരണമില്ല, ദുഃഖമില്ല, രാജ്യം ശാപമില്ല, ശോകമില്ല, നഷ്ടമില്ല, രാജ്യം പോകേണം, പോകേണം, ആ ഭാഗ്യനാട്ടിൽ പാറ്റേണം, പാറ്റേണം, ദൈവത്തോടു കൂടെ എന്തു ത്യാഗം സഹിക്കാം, ഏതു നിന്നയും മറക്കാം, ശത്രുവിനെയും സ്നേഹിക്കാം, ദോഷികളോടും ഓർക്കാം, പുതിയ യെരൂശലേമിൽ പാർത്തിടുവാനാ. എന്നാൽ ഒരു വിശാലമായ നിലയിൽ ഇവിടെ ഇന്ന് നടക്കുന്ന ഈ സഭയുടെ സമർപ്പണ ശുശ്രൂഷയിൽ എല്ലാവരെയും സംബന്ധിപ്പിക്കുവാൻ സഭ ആഗ്രഹിച്ചു എങ്കിലും ഒരു നിലയിലും നമുക്ക് അങ്ങനെ ഒരു ആർഭാടമായി പോകുവാനുള്ളതായ സാവകാശം ഇല്ലാതിരുന്നത് കൊണ്ടാണ് ഇത് ഒന്ന് ഇത്രമാത്രം ചുരുക്കി കാര്യങ്ങൾ ചെയ്യുവാൻ തക്കോളം ഇടയായിട്ടുണ്ട്. വളരെ സ്നേഹിക്കുന്ന സത്യം എനിക്കിവിടെ പല പ്രാവശ്യവും നിങ്ങൾ കേട്ടതിന് വളരെ സ്നേഹിക്കുന്ന ഈ കൊച്ചറയുടെ സത്രം ഈ സഭയുടെ ഒരാക്റ്റീവ് മെമ്പറായിരിക്കുന്നതായ പാസ്റ്റർ പോൾ ഗോപാലകൃഷ്ണൻ സാർ അവരുടെ അതേസമയം ആർക്കും പരിചയപ്പെട്ടേണ്ട കാര്യമില്ല. ഈ സഭാഗോളിലെ പ്രതിഷ്ഠ ആര് ചെയ്യണം എന്ന് ഒന്ന് ആലോചിച്ചപ്പോൾ അവര് പറഞ്ഞു, നമുക്ക് അതേ പുറത്തുനിന്നൊന്നും നമ്മൾ ആരും അങ്ങനെ അധികം വിളിക്കുന്നില്ല, അതുകൊണ്ട് നമുക്ക് ഈ ശുശ്രൂഷ പോൾ സാർ തന്നെ ചെയ്യട്ടെ, പോൾ ഗോപാലകൃഷ്ണൻ സാർ അവർ തന്നെ ചെയ്യട്ടെ എന്ന് പറയുകയുണ്ടായി. അതുകൊണ്ട് ഈ അതേ സ്വതം സഭാ ഹോളിലെ പ്രതിഷ്ഠ നിർവഹിക്കുവാൻ ദൈവസഭയുടെ ക്ഷണം അനുസരിച്ച് ഇവിടെ കടന്നു വന്നിരിക്കുന്നതായ പാസ്റ്റർ പോൾ ഗോപാലകൃഷ്ണൻ അവരെ ഞാൻ ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. കർത്താവിന്റെ ദാസൻ തിരുവചനത്തിൽ നിന്നുള്ള അറിവ് നമുക്ക് നൽകും. അതേ തുടർന്ന് ഈ സഭാകെട്ടിടം ആലയത്തിന്റെ വാതിലിനോട് സമയത്ത് പറഞ്ഞതുപോലെ ദൈവത്തിന്റെ മഹത്വത്തിന് വേണ്ടി കർത്താവായ യേശു ക്രിസ്തുവിന്റെ ബഹുമതിക്ക് വേണ്ടി പരിശുദ്ധാത്മാവിന്റെ പുകഴ്ചയ്ക്ക് വേണ്ടി സമർപ്പിച്ച പ്രാർത്ഥിക്കും. അനേകരുടെ രക്ഷയ്ക്കും വിടുതലിനും ആത്മീയ അനുഗ്രഹങ്ങൾക്കും ഒരു വലിയ കൂട്ടം ജനം കർത്താവിന് വേണ്ടി, കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങുന്നതിനും ഈ സമൂഹം മുഴുവൻ സുവിശേഷത്തിന്റെ സന്ദേശം കേൾക്കുന്നതിനുമായി ഈ മനോഹരമായ കെട്ടിടം സമർപ്പിച്ച പ്രാർത്ഥിക്കും. കർത്താവ് ഏറ്റവും ശുശ്രൂഷകളിലൂടെ നിയന്ത്രിക്കട്ടെ. ദേവദാസനായ പോൾ ഗോപാലകൃഷ്ണനെ തുടർന്നുള്ള ശുശ്രൂഷയ്ക്കായി ക്ഷണിക്കും. ഈ വേദിയിൽ കൊച്ചരാചാരം ചർച്ചിന് വേണ്ടി പണിതിരിക്കുന്ന ഈ കെട്ടിടം സാമ്പത്തികമായ ശുശ്രൂഷയിൽ പങ്കെടുക്കുക എന്നുള്ളതിന് ഉപരിയായി ഒരു ശുശ്രൂഷ ചെയ്യുവാനുള്ള യോഗ്യത എനിക്കുണ്ടോ എന്നത് ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ സ്നേഹിതരായിട്ടുള്ള ജോണിക്കുട്ടിയും ദേവക്കുട്ടിയും അതുപോലെ എൻ്റെ സഹോദരങ്ങളോടുകൂടെ അവിടെ ഇരിക്കുന്ന ഞാൻ ഇവരെല്ലാം ചെയ്യുന്നത് ഞാൻ അവരോട് ഇരിക്കുമായിരുന്നു. എനിക്കത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. ഈ വേദിയിൽ തന്നെ ഇരിക്കുവാൻ കഴിയുന്നത് ഒരു വലിയ പദവിയായിട്ട് ഞാൻ കരുതുകയാണ്. മറ്റേതെങ്കിലും ഒരു വേദിയായിരുന്നെങ്കിൽ ഈ ബൈബിൾ വെച്ചുകൊണ്ട് ഞാൻ പറയുകയാണ്, ഈ ദേവദാസന്മാരിക്കുമ്പോൾ ഇതൊരു ശുശ്രൂഷയ്ക്ക് ഞാൻ മുതിരുകയില്ല, ഒഴിവാണ്. എന്നാൽ ഇതെന്റെ മാതൃസഭയായതുകൊണ്ട് ഇതൊക്കെ പ്രിയപ്പെട്ടവരുടെ ഹൃദയത്തിൽ നിന്നുള്ള ഇൻവിറ്റേഷൻ ആയതുകൊണ്ട്
അതെന്റെ കൂടെ ഒരു അഭിമാനമായതുകൊണ്ട് ഇതൊരു ചരിത്രം സൃഷ്ടിക്കുന്ന ഇവന്റ് ആയതുകൊണ്ട് ഞാൻ ഒഴിഞ്ഞു മാറില്ല. പക്ഷേ നമ്മളെല്ലാവരും വിളിച്ചായിരുന്നു കൊച്ചറ സഭയ്ക്ക് എതിർക്കാലങ്ങളിലും അഭിമാനമാണ് കെ ടി തോമസ് സാർ. അദ്ദേഹമാണ് ഞങ്ങളുടെ ജ്യേഷ്ഠ സഹോദരൻ ശുശ്രൂഷയുള്ള ബന്ധത്തിൽ ഈ സഭയിൽ നിന്ന് കർത്താവിന്റെ മഹത്വത്തിന് വേണ്ടി ആദ്യമായി ഇറങ്ങി വ്യക്തി. അദ്ദേഹത്തിന്റെ പരിജ്ഞാനം, സൗമ്യത, ദൈവത്തിന്റെ ജ്ഞാനം, സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയുള്ള താല്പര്യക്കുറവ്, ഇതൊക്കെ എന്നെ വളരെയധികം ആകർഷിച്ചിട്ടുള്ളത് ഞങ്ങളുടെ അല്ലെങ്കിൽ സഭയിലെ ശുശ്രൂഷകന്മാരുടെ ഒരു ജ്യേഷ്ഠ സഹോദരനായിട്ട് ഹൃദയത്തിൽ ഞങ്ങൾ ബഹുമാനപ്പെട്ട ദൈവത്തിന്റെ സഭയെ ഒരു കെട്ടിടമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ അതിന്റെ അടിസ്ഥാനം ക്രിസ്തു തന്നെയാണ്, അതിന്റെ മൂലക്കല്ല് ക്രിസ്തു തന്നെയാണ്. ദൈവസഭയെ ഒരു ശരീരത്തോട് ഉപയോഗിക്കുകയാണെങ്കിൽ അതിന്റെ ശിരസും ക്രിസ്തു തന്നെയാണ്. ദൈവത്തിന്റെ സഭയെ ഒരു ആട്ടിൻകൂട്ടമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ ആ ആട്ടിൻകൂട്ടത്തിന്റെ ഇടയിലും യേശു കർത്താവ് തന്നെയാണ്. ദൈവത്തിന്റെ സഭയെ ഒരു മുന്തിരി തോട്ടമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ ആ മുന്തിരി വള്ളിയിൽ യേശു കർത്താവ് തന്നെയാണ്. ഞാൻ എന്റെ സഭയെ പണി, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല എന്ന് പറഞ്ഞ ക്രിസ്തുവിന്റെ സഭ കൈസാർ ഇവിടെ ഓർമ്മിപ്പിച്ചതുപോലെ പെന്തക്കോസ്ത് നാൾ മുതൽ കർത്താവിന്റെ വരവ് വരെ ലോകത്തിന്റെ 5 വർക്കരകളിൽ ഉള്ള രക്ഷിക്കപ്പെട്ട, സ്നാനപ്പെട്ട, അഭിഷേകം പ്രാപിച്ച കല്ലുകളെ കൊണ്ട് കർത്താവ് പരിശുദ്ധാത്മാവിനാൽ പണിതുകൊണ്ടുവന്നിരിക്കുന്ന ഒരു മഹാസൗധമാണ്. അതിൽ IPCയും ചർച്ച് ബോർഡും അസംബ്ലീസ് ബോർഡും ഷാർലറ്റ് ഫെലോഷിപ്പ് ചർച്ചും ഇൻഡിപെൻഡന്റ് ചർച്ചസുകളും ഉപദേശ ഐക്യമുള്ള എല്ലാ സമൂഹങ്ങളും പെടും. അങ്ങനെ ഉള്ള ആ സഭയ്ക്ക് പ്രാദേശികമായ സഭകളുണ്ട്. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ എഫെസോസ് സഭയുടെ ദൂതൻ എഴുതുക, സ്മുർന സഭയുടെ ദൂതൻ എഴുതുക, പെർഗമോസ് സഭയുടെ ദൂതൻ എഴുതുക, ലവോദിക്കിയ സഭയുടെ ദൂതൻ എഴുതുക എന്ന് പറയുമ്പോൾ ഏഷ്യ മൈനറില്, ഇന്നത്തെ ടർക്കിയില് ഉണ്ടായിരുന്ന എഫെസോസ് തുടങ്ങി ലവോദിക്കിയ വരെ ഉണ്ടായിരുന്ന 7 പട്ടണങ്ങളിൽ ഉണ്ടായിരുന്ന കർത്താവിന്റെ സഭകൾ, ലോക്കൽ സഭകൾ. അങ്ങനെ കർത്താവിന്റെ ആഗോളവ്യാപകമായ സഭ പെന്തക്കോസ്ത് നാൾ മുതൽ കർത്താവിന്റെ വരവ് വരെ ലോകത്തിന്റെ 5 വൻകരകളിൽ കർത്താവ് തന്നെ ഇടയനായി, കർത്താവ് തന്നെ മുന്തിരിവള്ളിയായി, കർത്താവ് തന്നെ മൂലക്കല്ലായി, കർത്താവ് തന്നെ ഇടയനായി, കർത്താവ് തന്നെ പണിക്കാരനായി, കർത്താവ് തന്നെ ഉടമസ്ഥനായി വ്യാപിച്ചു കിടക്കുമ്പോൾ കർത്താവിന്റെ തിരുസഭയ്ക്ക് കൊച്ചറയില് ഉള്ള പ്രാദേശിക സഭകളിൽ ഒന്നാണ് കൊച്ചറ ഷാരോൺ ഫെലോഷിപ്പ് ചർച്ച്. ആ ചർച്ചിലെ അംഗങ്ങൾ അല്ലെങ്കിൽ ആ സഭയാ സൗധത്തിന്റെ അംഗങ്ങൾ സഭാവിശ്വാസികളാണ്. അത് ഇഷ്ടികകൾ കൊണ്ടോ കല്ലുകൊണ്ടോ ഒന്നും പണിതതല്ല. ഇവിടെ പണിതിരിക്കുന്ന ഈ കെട്ടിടം അല്ല ദേവാലയം. ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തികളുമാണ് ദേവാലയങ്ങൾ. കാരണം കർത്താവാണ് നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്നത്. ജീവനുള്ള കല്ലായ അവന്റെ അടുക്കൽ വന്നിട്ട് നിങ്ങളും ജീവനുള്ള കല്ലുകളായി പണിയപ്പെടുന്നു എന്നത്രേ പത്രോസ് ശ്ലീഹ സഭയുടെ പണിയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ കൂടി വരുന്ന സഭയ്ക്ക്, സമൂഹത്തിന് ഒരു ആലയം ആവശ്യമുണ്ട്. അവർക്ക് പ്രാർത്ഥിക്കുവാൻ, അവർക്ക് ഒന്നിച്ചു കൂടുവാൻ, മഴയും വെയിലും കൊള്ളാതെ അവർക്ക് ആരാധിക്കാൻ ഒരു ആലയം ആവശ്യമുണ്ട്. കൊച്ചറയിലെ ഷാരോൺ ഫെലോഷിപ്പ് ചർച്ചിന്
ഇത് കൊച്ചറ സാറൻ ഫെലോഷിപ്പ് ചർച്ച് അല്ല. കൊച്ചറ സാറൻ ഫെലോഷിപ്പ് ചർച്ച് ഇവിടെ ഇരിക്കുകയാണ്. കൊച്ചറ സാറൻ ഫെലോഷിപ്പ് ചർച്ചിന് ആരാധിക്കാൻ ഒരു ബിൽഡിംഗ് ആവശ്യമായി വന്നപ്പോൾ കർത്താവ് തന്റെ ഭക്തന്മാരെ എഴുന്നേൽപ്പിച്ച്, തന്റെ മക്കളെ എഴുന്നേൽപ്പിച്ച് ഇതുപോലെ മനോഹരമായ ഒരു കെട്ടിടം, ഒരാലയം പണിയുവാൻ ദൈവം ഇടയാക്കിയതിനാൽ നമ്മുടെ കരങ്ങൾ ഉയർത്തി ദൈവത്തിന് ഒരു മഹത്വം കൊടുക്കാം. എനിക്ക് ലഭിച്ചിരിക്കുന്ന സമയപരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് ഈ ആലയത്തെ കുറിച്ച് ഒരു ദൂത് നിങ്ങളോട് പറഞ്ഞ് ഞാൻ വേഗം എന്റെ വാക്കുകളെ ചുരുക്കുന്നതാണ്. 23-ാം സങ്കീർത്തനം, 23-ാം സങ്കീർത്തനത്തിലെ ഇടയനഹോവയാണ്, ഇതിലെ ആടിന് ഒരു മോഹം. 6-ാം വാക്യം, നന്മയും കരുണയും എന്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. എല്ലാവരും ചേർന്ന് പറഞ്ഞാട്ടെ, ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. ഒന്നുകൂടെ, ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം. എന്തൊരു നല്ല ആഗ്രഹം! എനിക്ക് യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കണം. എത്ര പേർക്ക് അങ്ങനെ ആഗ്രഹമുണ്ട്? കരമൊരുത്തി ദൈവത്തെ ഒന്ന് ശ്രദ്ധിച്ചാട്ടെ, കരമടിച്ച് ദൈവത്തെ ഒന്ന് ആരാധിച്ചാട്ടെ. യഹോവയുടെ ആലയത്തിൽ ദൈവത്തെ സ്തുതിക്കുവാൻ വാക്കുറന്ന് ശബ്ദമുയർത്തി, കുറേക്കൂടെ ശബ്ദമുയർത്തി, പരിശുദ്ധമായ അഭിഷേകം പ്രാപിച്ചവര് അന്യഭാഷകളോടെ യഹോവയുടെ ആലയത്തിലേക്ക് വന്നിരിക്കുന്ന ദൈവമക്കൾ ദൈവത്തെ ആരാധിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ഞാൻ പറയുന്നു, ഈ പകൽക്കാലം നിനക്ക് രോഗസൗഖ്യമുണ്ട്. യേശുവിന്റെ നാമത്തിൽ ഞാൻ പറയുന്നു, ഈ പകൽക്കാലം നിനക്ക് വിടുതലുണ്ട്. യേശുവിന്റെ നാമത്തിൽ ഞാൻ നിന്നോട് പറയുന്നു, ഈ പകൽക്കാലം നിന്റെ ചോദ്യത്തിന് മറുപടിയുണ്ട്. യേശുവിന്റെ നാമത്തിൽ ഞാൻ നിന്നോട് പറയുന്നു, ഈ പകൽക്കാലം അന്ധകാലത്തിന്റെ ശക്തിയിൽ നിന്ന് നിനക്ക് വിടുതലുണ്ട്. യേശുവിന്റെ നാമത്തിൽ ഞാൻ പറയുന്നു, സാത്താൻ നിനക്കെതിരായി ബന്ധിച്ചിരിക്കുന്ന കെട്ടുകൾ അഴിയുന്ന പകൽക്കാലമാണിത്. സാത്താൻ നിനക്കെതിരായി അടച്ചിരിക്കുന്ന വാതിലുകൾ തുറക്കുന്ന ദിവസമാണിത്. യേശു കർത്താവിടെയുണ്ട്. അഗ്നിയാലയത്തെ കണ്ണുള്ളവൻ, മാറത്ത് പൊക്കച്ച ധരിച്ചവൻ, വെള്ളോട്ടിന് സദൃശമായ കാലുള്ളവൻ, തന്റെ സഭയെ അനുഗ്രഹിക്കുവാൻ, തന്റെ ദാസന്മാരെ അനുഗ്രഹിക്കുവാൻ നമ്മുടെ മധ്യത്തിലുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. 23-ാം സങ്കീർത്തനത്തിലെ ദാവീദിന്റെ ആഗ്രഹം ഇതാണ്, എനിക്ക് ദീർഘകാലം യഹോവയുടെ ആലയത്തിൽ പാർക്കണം. പക്ഷെ ദാവീദിന് കഴിഞ്ഞില്ലല്ലോ. സമാഗമന കൂടാരത്തിന്റെ നിർമ്മിതാവാകുവാൻ ഭാഗ്യം ലഭിച്ച മോശയ്ക്ക് കഴിഞ്ഞില്ലല്ലോ. അതിന്റെ വാതിൽക്കാവൽക്കാരനായി ഇരുപ്പാൻ ആഗ്രഹിച്ച കോരഹിന്റെ പുത്രന്മാർക്ക് കഴിഞ്ഞില്ലല്ലോ. ശലോമോന് കഴിഞ്ഞില്ലല്ലോ. സെരുബ്ബാബേലിന് കഴിഞ്ഞില്ലല്ലോ. ഹെരോദാവിന് കഴിഞ്ഞില്ലല്ലോ. ഇവിടെ ഉണ്ടാക്കിയ എല്ലാ ആലയങ്ങളിലും മരണങ്ങൾ നടന്നിട്ടുണ്ട്. ആലയം ഉണ്ടാക്കിയവർ മരിച്ചിട്ടുണ്ട്, പോയിട്ടുണ്ട്. ആരും ദീർഘകാലം ഇവിടെ കഴിഞ്ഞിട്ടില്ല. എന്നാൽ യഹോവയുടെ ആലയം എന്ന് ദാവീദ് കാണുന്ന ആലയം ഈ കാണുന്ന ആലയങ്ങളൊന്നുമല്ല. അദ്ദേഹത്തിന്റെ കണ്ണുകൾ അങ്ങകലെ 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 ദൈവം ശില്പിയായി സൃഷ്ടിച്ച ആ നഗരത്തെ കാണുകയാണ്. ആ പുതിയ യെരൂശലേമിനെ കാണുകയാണ്. ആ സ്വർണ്ണ തെരുവീതിയുള്ള നഗരത്തെ കാണുകയാണ്. മുത്തുകളാലുള്ള ആ 12 ഗോപുരങ്ങളെ താൻ കാണുകയാണ്. രത്നങ്ങളാൽ മതിലുകളുള്ള ആലയത്തെ താൻ കാണുകയാണ്. വെളിപ്പാട് 21-22 അധ്യായങ്ങളിൽ നാം ഒരു ദേവാലയം കാണുന്നു. പുതിയ യെരൂശലേം ഒരു ദേവാലയമാണ്. എന്തുകൊണ്ടെന്നാൽ ദൈവം അവിടെ അക്ഷരീകമായി സിംഹാസനസ്ഥനായിരിക്കുന്നു. കുഞ്ഞാട് അവിടെയുണ്ട്, പരിശുദ്ധാത്മാവ് അവിടെയുണ്ട്. ശുഭ്രമായൊരു പളുങ്ക് നദി ആ സിംഹാസനത്തിന്റെ കീഴിൽ നിന്ന് ഒഴുകുന്നു. അവിടെ തന്റെ ദാസന്മാർ രാപ്പകൽ ആരാധിക്കുന്നു. അതുകൊണ്ട് പുതിയ യെരൂശലേം ഒരു ആരാധനാലയമാണ്.
വെളിപ്പാട് പുസ്തകക്കാരൻ പറയുന്നു, ആലയത്തിൽ പ്രവേശിച്ചാൽ പിന്നെ മരണമില്ല, ആലയത്തിൽ പ്രവേശിച്ചാൽ പിന്നെ ദുഃഖമില്ല, ആലയത്തിൽ പ്രവേശിച്ചാൽ പിന്നെ രോഗമില്ല, ആലയത്തിൽ പ്രവേശിച്ചാൽ പിന്നെ ശാപമില്ല. അതാണ് യഹോവയുടെ ആലയം. അവിടെയാണ് നമ്മൾ പോകേണ്ടത്. ദൈവമക്കൾ സ്തോത്രം ചെയ്താട്ടെ, സ്തോത്രം ചെയ്താട്ടെ, ദൈവത്തെ ആരാധിച്ചാട്ടെ. ഇതായിരിക്കട്ടെ നമ്മുടെ ആഗ്രഹം, ഇതായിരിക്കട്ടെ നമ്മുടെ താല്പര്യം. മരണമില്ലാത്ത, രോഗമില്ലാത്ത, ദുഃഖമില്ലാത്ത, കഷ്ടതയില്ലാത്ത, വേദനയില്ലാത്ത, അപമാനമില്ലാത്ത നമ്മുടെ സൃഷ്ടിതാവായ ദൈവം സിംഹാസനസ്ഥനായിരിക്കുന്ന നമ്മുടെ അരുമനാഥൻ അതിൽപ്പെട്ട കുഞ്ഞാടായി വിളക്കായി വെളിപ്പെടുന്ന ആ ആലയത്തിൽ അന്ന് നമ്മോടൊപ്പം ആരാധിച്ച് കർത്താവിന്റെ അടുക്കിലേക്ക് കടന്നുപോയ നമ്മുടെ ഭക്തന്മാരോടൊപ്പം നമുക്കിപ്പോൾ ആരാധിക്കാൻ കഴിയുന്നില്ല. അവരൊക്കെ സ്വർഗീയ പ്രതീക്ഷയിലാണ്. എന്നാൽ യേശുവിന്റെ നാമത്തിൽ ഞാൻ പറയുന്നു, കൊച്ചറയിലെ വാത്സല്യ സഹോദരങ്ങളെ, കർത്താവിന്റെ ദാസന്മാരെ, ഭർത്താക്കന്മാർ മരിച്ച്, അമ്മമാർ മരിച്ച്, പിതാക്കന്മാർ മരിച്ച്, മക്കൾ മരിച്ച് വേദനയിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളോട് വളരെ ഉറപ്പോടുകൂടി അല്പം പോലും സംശയമില്ല നിങ്ങളോട് പറയട്ടെ, മരിച്ചുപോയ നിങ്ങളുടെ പിതാക്കന്മാർ, മരിച്ചുപോയ നിങ്ങളുടെ മാതാക്കൾ, മരിച്ചുപോയ നിങ്ങളുടെ മക്കൾ, മരിച്ചുപോയ നിങ്ങളുടെ പ്രിയപ്പെട്ടവർ വൃദ്ധരായിട്ടല്ല, ആരോഗ്യമുള്ളവരായി, സൗന്ദര്യമുള്ളവരായി, തേജസ്സുള്ളവരായി, രൂപഗുണഭാവമുള്ളവരായി നിങ്ങളോടൊപ്പം നമ്മുടെ കർത്താവിനെ ഒന്നിച്ച് ആലയത്തിൽ നമുക്ക് ആരാധിക്കാനായിട്ട് കഴിയും. കരമടിച്ച് ദൈവത്തെ ആരാധിക്കാമെന്ന് വിശ്വസിക്കുന്നവർ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് നമ്മൾ നമ്മുടെ കർത്താവിനെ മുഖാമുഖമായി കാണുന്നില്ല. കാണാൻ വലിയ ആഗ്രഹം നമുക്കുണ്ട്. നമ്മുടെ പിതാവിനെ ഒന്ന് കാണാൻ, നമ്മുടെ കർത്താവിനെ ഒന്ന് കാണാൻ, പരിശുദ്ധാത്മാവിനെ ഒന്ന് കാണാൻ, ദൂതന്മാരെ ഒന്ന് കാണാൻ, അവരോടൊപ്പം ഒന്ന് ആരാധിപ്പാൻ നമ്മുടെ ഉള്ളിൽ ആഗ്രഹമുണ്ട്. പക്ഷെ കർത്താവിനെ ഒന്ന് നമുക്ക് കാണാൻ കഴിയുകയില്ല. അന്ന് ആലയത്തിൽ കർത്താവിനെ നിങ്ങൾ എന്നെ കാണുന്നത് പോലെ, ഞാൻ നിങ്ങളെ കാണുന്നത് പോലെ കർത്താവിനെ അക്ഷരീകമായിട്ട് കണ്ടാണ് ആരാധിക്കുന്നത്. അവന്റെ കാലിൽ വേണമെങ്കിൽ തൊടാം, കയ്യിൽ ഒന്ന് പിടിക്കാം, ഒരു ചുംബനം വേണമെങ്കിൽ കൊടുക്കാം, വർത്താനം പറയാം. അങ്ങനെ അവന്റെ മുഖം കണ്ടാണ് നമ്മൾ ആരാധിക്കാൻ പോകുന്നത്. കരമടിച്ച് ദൈവത്തെ ആരാധിച്ചോട്ടെ. നമുക്ക് വേണ്ടി മുൾമുടി ചൂടിയ, നമുക്ക് വേണ്ടി കുരിശെടുത്ത, നമുക്ക് വേണ്ടി യാഗമായി തീർന്ന, നമുക്ക് വേണ്ടി രക്തം ചൊരിഞ്ഞ നമ്മുടെ അരുമനാഥന്റെ മുഖം കണ്ട് നമ്മൾ ആരാധിക്കും. അതാണ് ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുന്നത്. ഞാൻ ദീർഘകാലം യഹോവയുടെ ആലയത്തിൽ, അങ്ങനെ ഒരു ഉയർന്ന പദവി തന്റെ ഭക്തന്മാർക്ക് വേണ്ടി ദൈവം ക്രമീകരിക്കുന്നു. പക്ഷെ ഇന്നത്തെ മൂന്നാം സങ്കീർത്തനം ഒരു ചെറിയ സങ്കീർത്തനമാണെങ്കിലും യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കണമെങ്കിൽ ഈ ആട് ഏറ്റവും കുറഞ്ഞത് 4 താഴ്വരകളെങ്കിലും കടക്കേണ്ടതായിരുന്നു. എന്ന് പറഞ്ഞാൽ വെറുതെ ഈ ആലയത്തിലേക്ക് വറക്കുകയില്ല. കൊച്ചറശാസ്ത്രത്തിന് വേണ്ടി ഉണ്ടാക്കി ഈ ആലയം വെറുതെ ഉണ്ടായതല്ല. ഈ ദാസന്മാരുടെ ദൈവമക്കളുടെ ദീർഘമായ അധ്വാനങ്ങൾ, വിയർപ്പ്, കണ്ണുനീര്, പ്രാർത്ഥന, അവരുടെ സമ്പത്തുകളൊക്കെ ചെലവഴിച്ചത് കൊണ്ടാണ് ഇങ്ങനൊരു ആലയം ഉണ്ടായത്. നാം ഇവിടെ കൈവരിക്കുന്നു. ഇതുപോലെ ദീർഘായുസുള്ള ആലയം, മരണമില്ലാത്ത, രോഗമില്ലാത്ത, ദുഃഖമില്ലാത്ത, വേദനയില്ലാത്ത, കഷ്ടതയില്ലാത്ത, ദൈവം അക്ഷരീകമായി വസിക്കുന്ന, ദൈവത്തെ അക്ഷരീകമായി മുഖാമുഖമായി കാണുവാൻ കഴിയുന്ന ആ ആലയത്തിലേക്ക് പ്രവേശിക്കണമെങ്കിൽ 4 താഴ്വരകൾ ക്രോസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഈ 23-ാം സങ്കീർത്തനത്തിൽ അതുണ്ട്. ആ 4 താഴ്വരകളിൽ തളർന്നു പോകാതിരിക്കാൻ ഈ ആട്, ഒന്നാമതായിട്ട് യഹോവ എന്റെ ഇടയൻ എന്ന് സമ്മതിക്കണം.
പ്രപഞ്ചത്തിന്റെ നാഥൻ നമ്മുടെ ഇടയനായെങ്കിൽ മാത്രമേ നമുക്ക് നിൽക്കാൻ. പിന്നെ കൈസാർ ഓർപ്പിച്ചതുപോലെ ഒരു ആയുധവും കളിക്കുകയില്ല. യഹോവ ഞങ്ങളുടെ ഇടയനൊന്നല്ല, യഹോവ എന്റെ പിതാവിന്റെ ഇടയനൊന്നല്ല, അതൊക്കെ പറയാൻ കഴിയുന്നവർക്ക് നല്ലത്. The Lord is my shepherd. യഹോവ എന്റെ ഇടയൻ. അവിടെ ആരംഭിക്കണം ഇയാളെ കുറിച്ച്. പിന്നെ ഇടയൻ കൊടുക്കുന്ന പച്ചപ്പുല്ലും സ്വസ്ഥതയുള്ള വെള്ളവും ഇയാള് കുടിക്കണം, കഴിക്കണം. എങ്കിൽ മാത്രമേ താഴ്വരകൾ കയറാനുള്ള ആരോഗ്യം ഉണ്ടാകൂ. 66 പുസ്തകമാകുന്ന പുൽമേടുകളാണ് വിശുദ്ധ ബൈബിൾ. പരിശുദ്ധാത്മാവിന്റെ നദിയിൽ ഒഴുകുന്നുണ്ട്. വിശ്വസിക്കുന്ന ഏവരും തിരുവെഴുത്തുകൾ പറയുന്ന പോലെ ജീവജലത്തിന്റെ നദി ഒഴുകും. തിരുവചനമാകുന്ന ഈ പച്ചപ്പുല്ല് ഭക്ഷിക്കുകയും പരിശുദ്ധാത്മാവിനെ വേണ്ടുവോളം കുടിക്കുകയും ചെയ്താൽ ഈ 4 താഴ്വരയും വളരെ വേഗം കയറാം. ഞാൻ വിശദീകരിക്കുന്നില്ല, താഴ്വര പറഞ്ഞു പോകാം. ഒന്നാമത്തെ താഴ്വരയെ കുറിച്ച് ദാവീദ് പറയുന്നത് കേൾക്കൂ. എന്റെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു. അപ്പോൾ ഇത് പ്രാണൻ ചൂടാകുന്ന താഴ്വരയാണ്. പ്രാണൻ തണുക്കേണ്ടതില്ല. നാട്ടിൽ നിന്ന് പണ്ടത്തെ അംബാസഡർ കാറ് കയറി ഇങ്ങനെ വരുമ്പോൾ നമ്മുടെ കുട്ടിക്കാലത്തിന് മുൻപായിട്ട് വണ്ടിയെല്ലാം നിർത്തി റേഡിയേറ്ററിലെ വെള്ളം മാറ്റുമായിരുന്നു ഒരു കാലത്ത്. അല്ലെങ്കിൽ വണ്ടി കത്തി പോകും. യഹോവ ഇടയനായിട്ടും പച്ചപ്പുല്ല് തിന്നിട്ടും സ്വസ്ഥതയുള്ള വെള്ളം കുടിച്ചിട്ടും ഈ ആടിന്റെ പ്രാണൻ ചൂടായി, അതിന്റെ പ്രാണൻ തണുക്കേണ്ടതായിട്ടുണ്ട്. സ്വന്തം മകൻ അബ്ശാലോം തനിക്കെതിരായപ്പോൾ സ്വന്തം അമ്മായിപ്പനായ ശൗൽ രാജാവ് ദാവീദിനെതിരായപ്പോൾ സ്വന്തം മകന്റെ ദുഃഖകരമായ അനുഭവം അറിഞ്ഞപ്പോൾ ദാവീദിന്റെ പ്രാണൻ ചൂടായില്ലെങ്കിൽ ഒരു അത്ഭുതം. പ്രാണൻ ചൂടാകുക എന്ന് പറഞ്ഞാൽ ബ്രേക്ക് പൊട്ടിയ ഒരു വണ്ടി പോലെയോ. എത്ര വിദഗ്ധനായ ഡ്രൈവറാണെങ്കിലും അപകടം നിശ്ചയം. പ്രാണനാണ് മനുഷ്യന്റെ നിയന്ത്രണം മുഴുവൻ മാനുഷികമായ ശരീരവുമായി ബന്ധപ്പെട്ട്. അത് രക്തത്തിലാണ്, അത് ജീവനാണ്. പ്രാണൻ ചൂടായാൽ മാനസിക രോഗം ഉണ്ടാകാം. ബ്ലഡ് പ്രഷർ ഉണ്ടായി നെർവ് സിസ്റ്റം തകർന്ന് പാരലൈസ് ആകാം. പ്രാണൻ ചൂടായാൽ കോപം ഉണ്ടാകാം, കൊലപാതകനാകാം. പ്രാണൻ ചൂടായാൽ എന്തു സംഭവിക്കും? കാരണം അവന്റെ കൺട്രോൾ അവന്റെ കയ്യിൽ നിന്ന് പോകുകയാണ്. പ്രാണനെ തണുപ്പിക്കുന്ന ഒരു ക്യാപ്സ്യൂളും ഒരു മെഡിസിനും ഒരു ഇഞ്ചക്ഷനും ഒരു ടാബ്ലറ്റ് ഒരു മെഡിക്കൽ സ്റ്റോറിലും ഒരു ഹോസ്പിറ്റലിലും ഞങ്ങൾക്ക് കിട്ടുകയില്ല. പ്രാണൻ ചൂടായി നടത്തിയ ഒരു കൊലപാതകത്തിൽ അറസ്റ്റ് ചെയ്യുവാൻ പോലീസുകാർ വരും, കുറ്റം വിധിക്കുവാൻ കോടതി ഉണ്ടാവും. പ്രാണൻ ചൂടായി തറന്നുപോയാൽ തിരുമുകാരുണ്ടാവും. പ്രാണൻ ചൂടായി കുടുംബപ്രശ്നം ഉണ്ടായാൽ അത് പരിഹരിക്കാൻ കോടതി വന്നെന്നിരിക്കാം ഒരുപക്ഷേ. എന്നാൽ പ്രാണൻ ചൂടാക്കാതിരിക്കാനുള്ള ക്യാപ്സ്യൂൾ ഉണ്ടോ? ഉണ്ട്. ഈ ഇടയനെ രക്ഷകനായി സ്വീകരിച്ചാൽ നിന്റെ പ്രാണൻ ചൂടാകുമ്പോൾ അവർ തണുപ്പിച്ചിരിക്കും. ഒന്ന് സ്വന്തം ചെയ്താട്ടെ. ഇവിടെ ഇരിക്കുന്ന ദൈവത്തിന്റെ ദാസന്മാരാകുന്ന ഞങ്ങൾ പലരും ആത്മഹത്യ ചെയ്യാതിരുന്നത്, കൊലപാതകരാകാതിരുന്നത്, മാനസിക രോഗികളാകാതിരുന്നത് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതിരുന്നിട്ടല്ല. രക്തം ചൂടാകുന്ന, ഞരമ്പ് ചൂടാകുന്ന പ്രശ്നം ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ വേഴ്സായി തീരുന്നതിന് മുൻപേ തണുപ്പിക്കുന്ന ഒരു ഇടയിൽ ഉണ്ടായിരുന്നു. കരമടിച്ച് ദൈവത്തെ ആരാധിച്ചോട്ടെ. അനുഭവമുള്ളവരല്ല. അതുകൊണ്ടാണ് ഞങ്ങളെ തിരിച്ചുകൊണ്ട് നിൽക്കുന്നത്. ആ കർത്താവ് ഇന്നും 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 അവർ പ്രാണനെ തണുപ്പിക്കുന്ന കർത്താവാണ്. രണ്ട്, ഈ ഇടയൻ ആട് പറയുന്നു, കൂരിരുൾ താഴ്വരയിലൂടെ കടന്നാലും ഒരു അനർത്ഥവും ഞാൻ ഭയപ്പെടുകയില്ല, കാരണം നീ എന്നോട് കൂടി ഉണ്ടല്ലോ. അപ്പോൾ പ്രാണൻ തണുത്ത ഈ ആടിനെ ഇടയൻ കൂരിരുൾ താഴ്വരയിലേക്കാണ് കൊണ്ടുപോയത്.
ഇടയൻ സാഡിസ്റ്റ് അല്ല, ഇടയൻ ഒരു ഉദ്ദേശമുണ്ട്, ഒരു ട്രെയിനിങ് ആണ്. കുരുൽ താഴ്വര എന്ന് പറയുമ്പോൾ അതിന്റെ യഥാർത്ഥ പരിഭാഷ ഇതാണ്: Though I walk through the valley of the shadow of death, മരണത്തിന്റെ കൂരിരുളിൻ താഴ്വരയിലൂടെ ഞാൻ നടന്നാലും, മരണത്തിന്റെ കൂരിരുളിൻ താഴ്വരയിൽ ഈ ആടിനെ ട്രെയിനിങ് നടത്തുകയാണ് ഇടയൻ. അത് കൂരിരുളാണ്. ഇനി ഒരു നിമിഷം മുൻപോട്ട് പോകുമെന്ന് തോന്നുവാൻ കഴിയുകയില്ല. എപ്പോഴും മരിക്കുവാൻ സാധ്യതയുള്ള ഒരു മേഖലയിൽ ഈ ആടായിരിക്കുകയാണ്. പക്ഷേ ഇങ്ങനെ ഒരു താഴ്വരയുണ്ട്. ഞാൻ എന്നോട് വിളിച്ചു പറയുന്നു, നീ ഇന്ന് ജീവനോട് ഇരിക്കുന്നത് നിന്റെ ഡ്രൈവിംഗിന്റെ സ്മാർട്ട്നെസ് അല്ല, നിന്റെ കഴിവല്ല, നിന്റെ വണ്ടിയുടെ ബ്രേക്കിന്റെ ആ പെഡലിന്റെ അതിന്റെ ഗ്രീസിന്റെ അല്ലെങ്കിൽ അതിന്റെ മെക്കാനിസത്തിന്റെ ശക്തി ഒന്നുമല്ല. നിന്റെ അസ്ഥി ഇന്നും ഇവിടെ ഉണ്ടായിരിക്കുന്നതിന്റെ കാരണം മരണത്തിന്റെ കൂരിൽ താഴ്വരയിൽ നിന്നെ തകർത്ത് കളയുവാൻ, നിന്നെ മുടിച്ചു കളയുവാൻ, നിന്നെ ഇല്ലാതാക്കുവാൻ അന്ധകാരത്തിന്റെ ശക്തി പരിശ്രമിച്ചപ്പോൾ ഒരിടയൻ നിന്നെ കാക്കാനുണ്ടായിരുന്നു. സ്വന്തം ചെയ്തോട്ടെ, ആരാധിച്ചാട്ടെ യുവക്കളെ, ഒരിടയൻ നിന്നെ പരിപാലിക്കാനുണ്ടായിരുന്നു. അതിലൂടെ ആത്മഹത്യ ചെയ്യുവാൻ നീ കൊതിച്ച വേളകളിൽ നീ ഇന്നും ജീവനോടിരിക്കുന്നതിന്റെ രഹസ്യം നീ അറിയാതെ ഒരിടയൻ നിന്നെ പരിപാലിക്കുവാൻ ഉണ്ടായിരുന്നു. ഈ രണ്ട് താഴ്വരകളും അതിജീവിച്ച ഈ ആട് ശത്രുക്കളുടെ മുൻപിൽ വരികയാണ്. ശത്രുക്കളുടെ മുൻപിൽ മേശയൊരുക്കുന്നു. ശത്രുക്കൾ എപ്പോഴും നിന്റെ നന്മ കാണുന്നവരല്ല, നിന്റെ തിന്മ കാണുന്നവരാണ്. രാഷ്ട്രീയ മേഖലകളിലാകട്ടെ, മതമണ്ഡലങ്ങളിലാകട്ടെ, സാമൂഹ്യ തലങ്ങളിലാകട്ടെ പ്രവർത്തിക്കുന്നവർക്കൊക്കെ ശത്രുതകൾ ഉണ്ടാകുക സ്വാഭാവികമായ കാര്യമാണ്. അത് സ്വാഭാവികമല്ല, അനിവാര്യമായ ഒരു ഘടകമാണ്. പക്ഷെ പലരും ശത്രുക്കളുടെ മുൻപിൽ തകർന്നു പോകും. ഈ ഇടയനാണ് ശത്രുക്കളുടെ മുൻപിൽ നിന്നെ കൊണ്ടുപോകുന്നെങ്കിൽ അവരൊരിക്കലും നിന്നെ തകർക്കാനല്ല, നിനക്ക് വേണ്ടി ഒരു മേശ ഒരുക്കാനാണ്. ശത്രുക്കൾ മുടിഞ്ഞു പോകാനും ഇല്ലാതാകാനും പറന്നു പോകാനും ഒന്നും നീ പ്രാർത്ഥിക്കരുത്. അവരുണ്ടെങ്കിലേ നിനക്ക് വേണ്ടി ഒരുക്കുന്ന മേശ അവർക്ക് കാണുവാനും നിനക്ക് ദൈവത്തെ സ്തുതിക്കുവാനും കഴിയും. സ്വന്തം ചെയ്താട്ടെ, സ്വന്തം ചെയ്താട്ടെ, സ്വന്തം ചെയ്താട്ടെ. ശത്രുക്കളുടെ മുൻപിൽ കിടന്ന് നീ കഷ്ടപ്പെടുവാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവമല്ല നിന്റെ ദൈവം. ആ ശത്രുക്കളുടെ മുൻപിൽ നിന്നെ മാറ്റി വെളിപ്പെടുത്തി നിനക്ക് വേണ്ടി ഒരു മേശ ഒരുക്കി നിന്റെ ദൈവമാരാണെന്ന് വെളിപ്പെടുത്തുന്ന ദൈവത്തിന്റെ പദ്ധതി അത്ഭുതകരമാണ്. അതിന്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്ന താഴ്വര. രാജാവിന്റെ അഭിഷേകമുണ്ട്, പ്രവാചകന്റെ അഭിഷേകമുണ്ട്, പുരോഹിതന്റെ അഭിഷേകമുണ്ട്, പെന്തക്കോസ്താരുടെ അഭിഷേകമുണ്ട്. പക്ഷെ ഈ ആടിന്റെ അഭിഷേകം വേറൊന്നാണ്. ഇടയന്റെ മുദ്ദയുള്ള ആട് പുല്ലുമൊക്കെ തിന്ന് വെള്ളമൊക്കെ കുടിച്ച് കൊമ്പുമൊക്കെ വന്ന് ദശയൊക്കെ ഇതിനൊന്ന് ഇടിക്കണം. ഇപ്പോഴത്തെ വേലയിലും കമ്പയിലും കയ്യാടിയിലും ഒക്കെ ഇടിച്ചിട്ട് പോരാ വരുമ്പോൾ അടുക്കളിട്ട് കയറി. ചില ആടിന്റെ പരിപാടി ഇടി മാത്രമാണ്. ചില ഭാഗങ്ങൾ ഇടി കൊള്ളി. ഇടയന്റെ ആട് തന്നെയാണ് ഇടിക്കുന്നത്, ഇടി കൊള്ളുന്നത് ഇടയന്റെ ആളാണ്. എന്നെങ്കിൽ എങ്ങോട്ട് പോകും? അപ്പൊ അങ്ങനെ ചില ആളങ്ങോട്ട് ഇടിച്ച് ഇവരെ അങ്ങ് പരുവത്തിലാക്കും. ഇങ്ങനെ തലയൊക്കെ പൊട്ടി ഇരിക്കുമ്പോഴത്തേക്ക് ഇടയൻ ആടിനെ അടുത്ത മടിയിൽ കിടത്തി ഇതിന്റെ തലമുടി ഈ മുറിഞ്ഞ മുറിവിലൊക്കെ മാറ്റിയ മണ്ണുമൊക്കെ ഒന്ന് മാറ്റി. അത് ഇടയെ തലമുടുമ്പോൾ തന്നെ അവിടെ കിടന്നുകൊണ്ട് നോക്കും. അദ്ദേഹത്തിനെ മടിയിൽ കിടക്കണോ എന്ന് നോക്കുമ്പോൾ ഇദ്ദേഹത്തെ തന്റെ കയ്യിൽ ഈ സെപ്റ്റിക്കൊന്നും ഉണ്ടാകാതിരിക്കാനായിട്ട് വേപ്പെണ്ണ പോലെ ഉരുള പോലെ എണ്ണ കൊണ്ട് നല്ല തലയൊക്കെ അഭിഷേകം ചെയ്യും. ഈ താഴ്വരയാണ് ഏറ്റവും അപകട മേഖല. ചിലത് ഒന്നാമത്തെ താഴ്വര തട്ടിപ്പോകും, ചിലത് രണ്ടാമത്തെ താഴ്വര വരും, ചിലര് മൂന്നാമത്തെ താഴ്വരയിൽ പിടിച്ചു വരും. നാലാമത്തെ താഴ്വരയിൽ ഈ ആടുകൾ ഇടിക്കുന്നിടത്ത് വരുമ്പോൾ ഇനി പഴയതാണ് നല്ലത് തോന്നും. പക്ഷെ നിനക്കാണ് നഷ്ടം പോയാൽ ഇനി ഒരു സ്റ്റെപ്പും കൂടെ ഉള്ളൂ ആലയത്തിലേക്ക്. ഇടിക്കുന്ന ആടിനെ ഇടയൻ കൈകാര്യം ചെയ്തുകൊള്ളൂ എന്ന് കണ്ട് ഇടയനോട് ചേർന്ന് നിൽക്കാനുള്ള ഒരു അഭിഷേകം ശുശ്രൂഷകന്മാരും പ്രാപിക്കണം, ദൈവമക്കളും പ്രാപിക്കണം. ഒരു ദൂത് ഞാൻ വിളിച്ചു പറയുകയാണ്. സഭ എന്നുള്ള നിലയിൽ, സമൂഹം എന്നുള്ള നിലയിൽ എപ്പോൾ വിടികൾ ഉണ്ടായിരിക്കും. അതിന്റെ കണ്ണിൽ കൊണ്ടുവന്നിരിക്കും, അതിന്റെ തലയിൽ കൊണ്ടുവന്നിരിക്കും, അതിന്റെ ഹൃദയത്തിൽ കൊണ്ടുവന്നിരിക്കും. അതുകൊണ്ട് നീ കൃപ വിട്ടു പോകരുത്, ശുശ്രൂഷ വിട്ടു പോകരുത്. നീ ഇടയന്റെ ആടാണ്. സ്വന്തം ചെയ്താട്ടെ, കരമടിച്ച് ദൈവത്തെ ആരാധിച്ചാട്ടെ. നീ യേശു കർത്താവിനെ
നിൽക്കുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ അവനൊരു അഭിഷേകത്തിന് പകരം എല്ലാവരും ആരാധിച്ചാട്ടെ. ആ അഭിഷേകത്തിന്റെ ശക്തി ഇവിടെ വ്യാപരിക്കുകയാണ്. അഭിഷേകത്തിന്റെ ശക്തി ഇവിടെ വ്യാപരിക്കുകയാണ്. നിലനിൽക്കുവാൻ കഴിയുന്ന അഭിഷേകം. അവിടെ പിന്നീട് ഞാൻ വാക്കുകൾ വെച്ചിരിക്കുന്നു. ഇവിടെ പ്രതീക്ഷിക്കേണ്ടത് ആലയത്തെ സമർപ്പിക്കുക. അതുകൊണ്ട് ഈ വചനത്തിന് മുൻപിൽ അതൂതേറ്റെടുത്ത് തങ്ങളെ തന്നെ ഒന്ന് പ്രതീക്ഷിക്കാൻ, ദൈവത്തിൽ പ്രതീക്ഷിക്കാൻ ആഗ്രഹമുള്ളവരെല്ലാം ഒരെല്ലാം ഒരു നിമിഷം ദൈവസഭയിൽ എഴുന്നേറ്റ് തന്നാണ്. പ്രാർത്ഥിച്ചാട്ടെ. സഭാ സമൂഹങ്ങളുടെ മധ്യത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങളിൽ നിലനിൽക്കാനുള്ള അഭിഷേകം നൽകണമേ എന്ന് പ്രാർത്ഥിച്ചാട്ടെ. അതിനായി സമർപ്പിക്കുന്നത് പ്രാർത്ഥിച്ചാട്ടെ. ഞങ്ങളുടെ ദൈവമേ, ലോകത്തിൽ നിങ്ങൾ കാണുന്ന എല്ലാ ആലയങ്ങളും മനുഷ്യനാൽ നിർമ്മിതം. അതില്ലെങ്കിൽ നാളെ തകർന്നു പോകേണ്ടതും. എന്നാൽ അന്ന് ശില്പിയായി പണിയുന്ന, മരണമില്ലാത്ത, രോഗമില്ലാത്ത, വേദനയില്ലാത്ത, ദുഃഖമില്ലാത്ത, രാപ്പകലാരാധനയുള്ള ഞങ്ങളുടെ കർത്താവിനെ മുഖാമുഖമായി കാണുവാൻ കഴിയുന്ന ആരാധനാലയത്തിലേക്ക് ഞങ്ങൾ എത്തുവാനും അവിടെ എന്നും വസിക്കുവാനും ഇടയാകേണ്ടതിന് എളിയവരെയും ഈ കരങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടിരിക്കുന്ന അങ്ങനെ മക്കളെയും അർപ്പണം ചെയ്യുകയാണ് യേശുവിൻ നാമത്തിൽ തന്നെ. ഇത് നമ്മൾ ഈ കെട്ടിടം ദൈവമക്കളല്ല, ദൈവദാസന്മാരല്ല, നിങ്ങളുടെ അടുത്ത അതിഥിയിൽ ഒന്ന് കൈവച്ചുകൊണ്ട് ഒന്ന് പ്രാർത്ഥിക്കുവാനായി ഈ ആലയത്തെ കർത്താവിന് വേണ്ടി, കർത്താവിന്റെ നാമത്തിന് വേണ്ടി, ഇവിടുള്ള ദൈവമക്കൾക്ക് വേണ്ടി ദൈവദാസന്മാരെല്ലാം ദയവായിട്ട് പ്രാർത്ഥിച്ചാട്ടെ. എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. ഞങ്ങളുടെ കർത്താവേ, അങ്ങയുടെ വിലയേറിയ മക്കൾ ദീർഘനാളുകൾ കരയുകയും പാദപീഠത്തിൽ ഒരു കാണിക്കയായി ഇവിടെ ഒരു ദുഃഖിതൻ കയറി വരുമ്പോൾ അവിടുത്തെ സമാധാനം കൊണ്ട് അവരുടെ ഹൃദയത്തിൽ നിറയ്ക്കണമേ കർത്താവേ. ഇവിടെ വരുന്ന കുഞ്ഞുങ്ങൾ, ബാലിക ബാലകന്മാർ, യുവതി യുവാക്കന്മാർ, കുടുംബസ്ഥർ, വൃദ്ധരായ മാതാപിതാക്കൾ ശാരീരികമായി, മാനസികമായി, ആത്മീകമായി അനുഗ്രഹിക്കപ്പെടുവാൻ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ അഭിഷേകത്തോടെ ജനത്തിന് ദൂത് പറയുവാൻ കർത്താവ് ഇടയാക്കണമേ. യേശു കർത്താവിന്റെ പുണ്യാകിയ രക്തം, ആ കുഞ്ഞാടിന്റെ രക്തം ജൂതന്മാരുടെ കട്ടളക്കാരിന്മേലും കുറുമ്പടി പോലും കുശിന് പോലെ അവിടുത്തെ രക്തത്താൽ മുദ്രയിട്ട് ഈ ആലയം അങ്ങനെ നാമത്തിന് വേണ്ടി വർദ്ധിപ്പിക്കണമേ കർത്താവേ. അങ്ങനെ ദൂതന്മാരെ കൊണ്ട് ഇവിടെ കാവൽ നിർത്തണമേ. അവിടുത്തെ അഗ്നിജ്വാലയുള്ള ദൂതന്മാർ ഈ ആലയത്തിന് കാവൽ നിൽക്കട്ടെ. അന്ധകാരത്തിന് ശക്തി ഈ ആലയത്തെ കാണുമ്പോൾ അവിടുത്തെ സാന്നിധ്യം കണ്ട് അങ്ങയുടെ ദൂതന്മാരെ കണ്ട് ഭയം തോന്നേണ്ടതിന് അങ്ങയുടെ മക്കളെ ഈ ആലയത്തിലേക്ക് വരുമ്പോൾ അവിടുത്തെ സാന്നിധ്യം അനുഭവിച്ച് സന്തോഷിക്കേണ്ടതിന് നിന്റെ ഈ കൃപ ഈ ആലയത്തിൽ വ്യാപരിപ്പിക്കണമേ യേശുവേ. യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്ന ഈ പ്രാർത്ഥന, എളിയവരുടെ ഈ അപേക്ഷ കൃപ തോന്നി പിതാവേ കേൾക്കുമാറാകുന്നു. ഈ ആലയത്തിൽ വരുന്ന ഓരോ പാപികളും ക്രൂശിതനായ യേശു കർത്താവിനെ കാണട്ടെ. ഓരോ രോഗികളും യേശു കർത്താവിന്റെ അടിപ്പിടലുകളാൽ സൗഖ്യം പ്രാപിക്കട്ടെ. സമാധാനമില്ലാത്ത ഓരോ വ്യക്തികളും യേശു കർത്താവിനാൽ സമാധാനം പ്രാപിക്കട്ടെ. ഇവിടെ വരുന്ന ഓരോ വിശ്വാസികളും ശാരീരികമായി, മാനസികമായി, ആത്മികമായി, സാമ്പത്തികമായി, സാമ്പത്തികമായി എല്ലാ തലങ്ങളിലും അനുഗ്രഹിക്കപ്പെടട്ടെ. ഇവിടെ വരുന്ന ഓരോ ശുശ്രൂഷകന്മാരും അഭിഷക്തരായി അഭിഷക്ത ദൂത് പറഞ്ഞ് സന്തോഷത്തോടെ ശുശ്രൂഷിക്കുവാൻ ഇടയാകട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഞങ്ങൾ കർത്താവിന്റെ എളിയ ദാസന്മാർ കൊച്ചിറയിലെ ഷാരോൺ ഫെലോഷിപ്പ് ചർച്ചിന് വേണ്ടി പണിതിരിക്കുന്ന ഈ ആലയം ദൈവമക്കളുടെ ആരാധനയ്ക്കും
കർത്താവിന്റെ മഹത്വത്തിനുമായി സമർപ്പിച്ചുകൊണ്ടു കരങ്ങൾ ഉയർത്തി ഒരു 3 ഹല്ലേലൂയ പറയാം.